ഗായ്സ്, അപ്പം എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. 20-ാം തീയതി ആയിരുന്നു. അപ്പം നമ്മൾ യദുകൃഷ്ണൻ്റെ വീട്ടിലോട്ട് പോവാണ്. 26-ാം തീയതിയാണ് യദുകൃഷ്ണൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസമാണ് നമ്മൾ രണ്ടുപേരും നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയം തൊട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അതേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നു. കാര്യം ഇപ്പം രണ്ടും ഒരു ദിവസം അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ. വേറൊന്നുമില്ല, കേക്ക് മുറി മാത്രമേ കാണുള്ളൂ എന്നാണ് നമ്മുടെ ഒരു ഇത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗും സാരിയുടെ ഷോപ്പിംഗ് ബ്ലോഗും നമ്മളിതിനകത്ത് ഇടയ്ക്ക് കുത്തിക്കയറ്റും. അപ്പം നമുക്ക് പോയിട്ട് ഒരു അച്ഛൻ കല്യാണം വിളിക്കാൻ വേണ്ടി പോയേക്കുവാണ്. അച്ഛൻ നേരെ അങ്ങോട്ട് വന്നോളും. എന്നെയും ജ്യോതിമേനെയും ഉണ്ണിക്കുട്ടൻ കൊണ്ടുപോകും. ഉണ്ണിക്കുട്ടൻ്റെ കല്യാണമാണ് ഗായ്സ്. അപ്പം നമുക്ക് ബർത്ത്ഡേയുടെ കേക്ക് മുറിച്ചിട്ട് വരാം ഗായ്സ്. അപ്പം നമ്മൾ യദുകൃഷ്ണൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരമായി. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വ്ലോഗ് എടുക്കാൻ മറന്നു. നമ്മളിവിടെ എന്റെ കാര്യപരിപാടികളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബർത്ത്ഡേ ടൈമേ. അപ്പൊ അതിനിടയ്ക്ക് അതിനിടയ്ക്ക് നിങ്ങൾ പോയി ഉണ്ണിക്കുട്ടന്റെ കല്യാണത്തിന്റെ സാരിയുടെ ഉണ്ണിക്കുട്ടന്റെ പെണ്ണിന്റെ കല്യാണ സാരി എടുക്കുന്ന വ്ലോഗ് കണ്ടിട്ട് വരും, അല്ലെ വീഡിയോ കണ്ടിട്ട് വരും. എൻ്റെ യദുകൃഷ്ണൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത മെയിൻ ഘട്ടത്തിലോട്ട് പോവാണ് ഉണ്ണിക്കുട്ടൻ്റെ കല്യാണം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിന് ഫസ്റ്റായിട്ട് നമ്മളിന്ന് ചേച്ചിയുടെ സാരി എടുക്കണം. കാര്യം കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ സാരി എടുക്കേണ്ട, അതിന് മുന്നേ എടുത്ത് ഇങ്ങനെ തുടങ്ങാമെന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ്. അപ്പോൾ സാരി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ, അച്ചാച്ചൻ, ഉണ്ണിക്കുട്ടൻ ഉണ്ട്. ആതിര ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആതിര ചേച്ചി, പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. യദുകൃഷ്ണ ഉണ്ടോ എന്നുള്ളത് വരുന്നോന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ അവന് വരാൻ പറ്റത്തില്ല, അവൻ എക്സസൈസൊക്കെ ചെയ്യുവാന്ന് പറഞ്ഞു. വീഡിയോ കോള് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഉണ്ണിക്കുട്ടൻ ഒരുങ്ങി, ജ്യോതിയമ്മ ഇറങ്ങുന്നു. അപ്പം നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഇപ്പം നമ്മൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജ്യോതിയമ്മയുണ്ട്, അച്ചാച്ചനുണ്ട്, ഇവിടെ ഉണ്ണിക്കുട്ടനുണ്ട്. അത് ചേച്ചിട്ട് ചെല്ലുമ്പോൾ പൊസിഷൻസൊക്കെ മാറും. നമ്മളൊക്കെ വേറെ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏത് കടയിൽ കയറുമെന്നൊരു വലിയ ഇതൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിയിൽ ഏതിലൊക്കെ കടയിൽ കയറുമായിരിക്കും അല്ലേ. അതിന് ഫസ്റ്റ് കാണുന്ന കടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമോ അതൊന്നും അറിയത്തില്ല. എന്നിട്ട് നമുക്ക് പോയി നോക്കാം. എൻഗേജ്മെൻറ്റിൻ്റെ ദിവസത്തെ വെള്ളംകുടിയുടെ ഇതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒട്ടും വെള്ളം കുടിച്ചിട്ടില്ല. ഞാൻ രാവിലെ വിട്ട ആഹാരം എൻ്റെ ശരിയല്ലായിരുന്നു. അതിൻ്റേതായിട്ടൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. ഞാൻ അടക്കം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻഗേജ്മെൻറ്റൊക്കെ അല്ലേ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണമെന്ന്. പക്ഷെ രാവിലെ പോകുന്നതിന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് രാവിലെ കഴിക്കാത്തത് കൊണ്ട്, അത്രയും നേരം കഴിക്കാത്തത് കൊണ്ട് എനിക്ക് കഴിച്ചപ്പോൾ ഇങ്ങനെ ഉരുണ്ട് കയറി വരുമായിരുന്നു. പക്ഷെ ഉണ്ണിക്കുട്ടനും ബാക്കി എല്ലാവരും കഴിച്ചു. ഞാൻ നോക്കുമ്പോൾ അവനൊക്കെ യദുകൃഷ്ണനൊക്കെ നന്നായിട്ട് കഴിച്ചു. പാവം. പക്ഷെ വെള്ളം പോലും ഞാൻ കുടിച്ചില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഏരിയയാണ് ഗൈസ്, ഇതൊക്കെ നമ്മുടെ ഏരിയയാണ്. ഇവിടെ അടുത്തൊരു വീടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കാണിച്ചു തരാം. കണ്ടോ, നല്ല വീടാണ്. കണ്ടോ, നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അല്ലേ ജ്യോതിയമ്മേ? നല്ല വീടല്ലേ അമ്മേ അത്? അതിനേക്കാട്ടും അമ്മയ്ക്ക് ഇഷ്ടമുള്ള വീട് വേറെ ഉണ്ടെന്ന്. മഴക്കോളുണ്ട്, ഭയങ്കര മഴക്കോള്. ഫോണിനകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വാഴ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തായി. അവിടെ കൊണ്ട് ഒരപ്പച്ചൻ നമ്മളെ നോക്കി ചിരിച്ച് കാണിച്ച് ഗൈസ്. കണ്ടു പാവപ്പച്ചൻ. ഹായ് കൊടുക്കണേ നിങ്ങൾ. അമ്മയും അച്ഛനും ആതിര ചേച്ചിയും ഉണ്ട്. നമ്മള് പോവാണ് ഗൈസ്. ഭയങ്കര മഴയായിരുന്നു, ഇപ്പം ഇച്ചിരി കുറഞ്ഞു. ഫസ്റ്റ് കടയിൽ നമ്മള് കേറി ചെന്ന് നോക്കിട്ട് വരാം. ഇപ്പൊ മറിഞ്ഞു വീണേനെ.
നിപ്പുണ്ട്. അമ്മ നയിക്കുന്ന അമ്മയ്ക്ക് നാണമെന്ന് തോന്നുന്നു. അച്ഛൻ നിൽക്കുന്നു, അമ്മയെ കാണുന്നില്ല. പൊട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അവൻ എന്ത് എടുക്കുന്നത് അവനെ അറിയത്തില്ല. പിന്നെ ഒരു പൊട്ടി എടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് കുഴപ്പമില്ല. പക്ഷെ പറത്തില്ല, ഞങ്ങളിപ്പോ പറത്തില്ല. എനിക്ക് രണ്ടാമത്തെയാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇട്ടത് പോലും പെട്ടെന്നായിരുന്നു. അത് ഉണ്ണിക്കുട്ടൻ്റെ സെലക്ഷൻ ആയിരുന്നു. ഒരെണ്ണം സെറ്റ് സാരി അങ്ങനൊക്കെ ആയിരുന്നു വരുന്നത്. സെറ്റ് സാരി ഇത് വേറെ ഷെയ്ഡല്ലേ. അപ്പോൾ എന്തിനാ ഫ്രണ്ടിൽ കറിയിക്കുന്ന ഒരു പിടിയില്ല. സപ്പോർട്ടീവായിട്ട് പുച്ച സ്പർശം അല്ല നിങ്ങളുടെ ഇഷ്ടം. അമ്മയ്ക്ക് പക്ഷേ ആദ്യത്തെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എന്താ ചേച്ചിക്ക് രണ്ടാമത്തേതും ഇതും ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഉണ്ണിക്കുട്ടന് കൺഫ്യൂഷൻ്റെ ലാസ്റ്റ് പഴയ ആതിരാജയിലോട്ട് മാറി. അപ്പം ഇതിനകത്ത് ഏതാ നമ്മൾ സെലക്ട് ചെയ്തത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക ഗൈസ്. അതെല്ലാം ഇവിടുന്ന് നേമാര് രണ്ടുപേരും അവിടെ ഇരിക്കാണ് ഗൈസ്. എന്തോ എന്നോട് പറയുന്നു. ഒരു ചിരി എന്നെ ഓരോരുത്തരും കിടന്ന് വിളിച്ചോണ്ടിരിക്കുക ഗൈസ്. ഈ എൻഗേജ്മെന്റ് വിളിക്കാത്തൊരു ചീത്ത വിളിക്കാൻ വേണ്ടി. നമ്മുടെ സാഹചര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇടാപീടന്ന് നടത്തിയത് കൊണ്ട് പകുതി പേര് നമ്മൾ ഒഴിവാക്കിയതല്ല. കാര്യം ഒരു 200 പേരിൽ കൊള്ളുന്ന ഫംഗ്ഷനായിരുന്നു. പക്ഷെ അതൊരു 300 പേരിലായിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്തുള്ളവരൊക്കെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞു ഗൈസ്. സന്തോഷമായോ? നമ്മൾ 5-6 കട കയറി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പോലെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല 2-3 കട കയറി വന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞോണ്ടാണ്. പക്ഷെ ഫസ്റ്റ് കട തന്നെ നമ്മൾ സാധനം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെടാണല്ലോ എടുക്കേണ്ടത്. പെൺകുട്ടിനെ ഫ്രണ്ട് കാണിക്കാം. ബാക്ക് ഞങ്ങളിപ്പം സാരിയൊക്കെ എടുത്തു കഴിഞ്ഞു. പണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. സമയമൊന്നും ആയില്ല, 12 മണിയൊക്കെ ആയി. പിന്നെ ബ്ലോക്കിലായിരിക്കും. എന്റെ അനിയത്തി പണ്ടേ മണ്ടിയാണ്. മണ്ടത്തരങ്ങൾ വിളിച്ച് വന്നുകൊണ്ടിരിക്കും. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് കാണിച്ചു തരാം. 2 അമ്മമാര്, അച്ഛന്മാരുടെ ഫ്രണ്ട് ഇരിക്കുന്ന പടം നയിക്കുന്ന പോരാളികൾ. നീതു ഓക്കെ, പിന്നെ കാണാം. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. സീഗ്രില്ലാണ് വന്നേക്കുന്നത്. പക്ഷെ നല്ല മഴയാ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതോ വരുന്നു എല്ലാവരും ഉണ്ട്. പറയല്ലോ. ഇങ്ങനെയായിരുന്നു ഫുഡ്? നല്ല ഫുഡായിരുന്നു, വളരെ നല്ല ഫുഡായിരുന്നു. ഇവിടുന്ന് ഊണ് നല്ലതാണ് ഗൈസ്. എല്ലാവരും വന്ന് കഴിക്കണം. സീ ഗ്രിൽ തിരുവല്ല അല്ലേ? പറയാം, എല്ലാവരും അഭിപ്രായം പറയും. അടിപൊളിയായിരുന്നു. ഏതാ പറയുന്നത്? നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡ് മാത്രമല്ല, നല്ല ആംബിയൻസ് വന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. അതിലെ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. നീന്തമ്പോൾ പടമായി. നീന്തമ്പോൾ കറി കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് പിന്നെ ഒക്കെ നിൽക്കാൻ പറ്റത്തില്ല. ഒറ്റ കിടപ്പായിരിക്കും. നമുക്ക് ഫുഡ് കഴിച്ച് തുടങ്ങാം. ഫസ്റ്റ് ഫുഡാണ്. ദീപക്കൂടലും അച്ഛനും എന്തോ 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 ഇത് എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഗൈസ്. എല്ലാം ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യ പരിപാടികളിലേക്ക് കടക്കാം. അങ്ങനെ എല്ലാവരും കഴിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിന്ന് കേക്ക് മുറിക്കാൻ പോണ മെയിൻ പരിപാടി. വ്ലോഗ് കേട്ടപ്പോ സ്വന്തമാരൊക്കെ എടുത്ത് ഡോക്ടറുടെ കണ്ടോളാം. കേക്കിന്റെ പവറായി. അത്ര കൊതികളൊക്കെ പോയില്ല. വേണ്ടവരൊക്കെ തന്നെ തന്നെ കണ്ടിച്ചെടുത്തു. ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതിന്റെ പേരെന്താ? അല്ല വാഞ്ചോ ഇത് വാങ്ങിച്ചാണോ? വാങ്ങിച്ചു. വാനിലയും ചോക്ലേറ്റ് വാങ്ങിച്ചോ. അതാണോ? അവള് ചുമ്മാ വാനിലയും ചോക്ലേറ്റ്. അപ്പോൾ എല്ലാ പരിപാടിയും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്, ടാറ്റ.